11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് ആണ്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെയും ജീവനുള്ള വസ്തുക്കളുടെ പ്രധാനമായിട്ടും ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ സിസ്റ്റമാറ്റിക്സ്, ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി, അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആദ്യകാലത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, ആരൊക്കെയാണ് അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ടാക്സോണമിക് കാറ്റഗറീസ് പഠിക്കാം. ക്ലാസിഫിക്കേഷനിൽ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്നത് ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഓരോ കാറ്റഗറി റെപ്രസെൻ്റ് ചെയ്യുന്ന റാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സൺ, പ്ലൂറൽ ടാക്സം. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, ആദ്യം ഒരു ലാർജ് ഗ്രൂപ്പ് ഉണ്ടാക്കും. പക്ഷേ ആ ലാർജ് ഗ്രൂപ്പിൽ നിന്ന് സിമിലർ ആയിട്ടുള്ളവയെ നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ചെയ്യാം. അതിൽ വീണ്ടും സിമിലർ ആയിട്ടുള്ളവയെ പലതായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അതിൽ സിമിലർ ആയിട്ടുള്ളവരെ വീണ്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കിങ്ഡം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലാൻ കിങ്ഡം ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും വരും അല്ലേ. പക്ഷെ ആ എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും ഡിവിഷനായിട്ട് തിരിക്കാം. പല ഡിവിഷൻസ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ. ആനിമൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫൈലത്തിലാണ് തിരിക്കുന്നത്. ഇനി ഫൈലം ആയാലും ഡിവിഷൻ ആയാലും അതിനകത്തുള്ള സിമിലർ ഗ്രൂപ്പ്സ് നമുക്ക് ഉണ്ടാക്കാം. അവരെ എന്ത് പറയും? ക്ലാസ് എന്ന് പറയും. ഈ ക്ലാസ്സിനകത്തുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ ഓർഡർ എന്ന് പറയും. ഓർഡറിനകത്തുള്ളതാണ് ജീനസ്. ജീനസിനകത്ത് വരുന്നതാണ് സ്പീഷീസ്. അപ്പോൾ ഈ ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഈ താഴെ വരുമ്പോൾ നമ്പർ കുറവായിരിക്കും, മുകളിലോട്ട് പോകുമ്പോഴേക്കും മെമ്പേഴ്സിൻ്റെ നമ്പർ കൂടി വരും, പക്ഷേ സിമിലാരിറ്റീസ് കുറഞ്ഞു വരും. ഇപ്പം നമ്മൾ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മളെല്ലാം ഒരുപോലെയാണോ? അല്ല. പക്ഷെ നമ്മളെല്ലാവരും പറയണം നമ്മൾ മലയാളികളാണ്. അപ്പം നമുക്ക് കുറച്ച് പൊതു സ്വഭാവങ്ങളുണ്ട് അല്ലേ. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒന്നാണ്, നമ്മളുടെ ജീവിത രീതി ഒന്നാണ്, നമ്മുടെ ജോഗ്രാഫിക്കൽ കണ്ടീഷൻസ് സെയിം ആണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും നന്നായിട്ട് ഹൈറാർക്കി ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലാണ്. അവിടെ ഇതിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഏറ്റവും ജനറൽ പട്ടാളക്കാരുണ്ട്, അവരെ നമ്മൾ എന്ത് വിളിക്കും? ഹവിൽദാർ അല്ലേ. പിന്നെ ഹവിൽദാറിൻ്റെ അടുത്ത റാങ്ക് വരുമ്പം സുബേദാർ. അപ്പം നമ്പർ ഓഫ് ഹവിൽദാർസിനേക്കാളും കുറവായിരിക്കും സുബേദാർസ്, അവരെ കൺട്രോൾ ചെയ്യാനല്ലേ. പിന്നെ ഈ സുബേദാറിൻ്റെ മേളിൽ ആര് വരും? ലെഫ്റ്റനൻറ്റ്. ലെഫ്റ്റനൻറ്റിൻ്റെ മേളിൽ ക്യാപ്റ്റൻ വരും. ക്യാപ്റ്റൻ്റെ മേളിൽ ആര് വരും? മേജർ വരും. മേജർ കഴിഞ്ഞാൽ ആര് വരും? ലെഫ്റ്റനൻറ്റ് കേണൽ വരും. പിന്നെ കേണൽ വരും. പിന്നെ ബ്രിഗേഡിയർ. പിന്നെ മേജർ ജനറൽ വരും. ലെഫ്റ്റനൻറ്റ് ജനറൽ വരും. പിന്നെ ജനറൽ ഫീൽഡ് മാർഷൽ, ഹയസ്റ്റ് പൊസിഷൻ. ഇപ്പം നേവിയിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്, എയർഫോഴ്സിലെ പേരുകൾ വ്യത്യാസമുണ്ട്, പക്ഷേ ആ റാങ്ക് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈറാർക്കി ഫോളോ ചെയ്യുന്നത്. നമ്മൾ പോലീസിലാണെങ്കിൽ നമുക്കറിയാം DGP ഒക്കെ ഉണ്ട് അല്ലെ, IG ഉണ്ട്, SP ഉണ്ട്, അങ്ങനെ നമ്മൾ പല റാങ്ക് ഉണ്ട്. അപ്പോൾ എവിടെയും ഇതൊരു ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ആദ്യത്തെ ടാക്സൺ സ്പീഷീസിൽ നിന്ന് മേളിലോട്ട് പോകാം. സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കിയാൽ 1.4 ബില്യൺ ഉണ്ട് 2022 കണക്കനുസരിച്ച്. അതേസമയം കേരളത്തിൽ നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ അതൊരു 35 മില്യൺ ആയിട്ട് കുറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് നമ്പർ കുറഞ്ഞു, പക്ഷെ നമ്മുടെ സിമിലാരിറ്റീസ് കൂടി. അപ്പം അതുപോലെയാണ് സ്പീഷീസ് വരുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പാണ്, പക്ഷേ സിമിലാരിറ്റീസ് കൂടുതലാണ്. അവ തമ്മിൽ കൂടുതൽ സിമിലർ ആയതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എപ്പോഴും ഒരു സ്പീഷീസിനുള്ളിലെ മെമ്പേഴ്സ് തമ്മിലാണ് റീപ്രൊഡക്ഷൻ സാധ്യമാകുന്നത് നാച്ചുറലി. ഓക്കെ, അതായത് മനുഷ്യരുമായിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. അതേസമയം മൃഗങ്ങളാണെങ്കിലും പൂച്ചയും അല്ലെങ്കിൽ പട്ടിയും അവരെല്ലാം അവരുടേതായ സ്പീഷീസിനകത്താണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മാംഗോ ചെടിയിൽ നിന്ന് നമുക്ക് മരത്തിൽ നിന്ന് മാംഗോ കിട്ടും അല്ലേ. അത് ജാക്ക് ഫ്രൂട്ടും മാംഗോയും തമ്മിൽ മിക്സ് ആവില്ല. ജാക്ക് ഫ്രൂട്ടിൻ്റെ പോളൻ ഗ്രെയിൻ മാംഗോയിൽ വന്ന് വീണാലും അത് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അതിനെ നമ്മൾ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയും. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ചെറിയ ഗ്രൂപ്പ് വിത്ത് മാക്സിമം സിമിലാരിറ്റി ആൻഡ് ഏബിൾ ടു റീപ്രൊഡ്യൂസ് എമംഗ് ദംസെൽസ്, അവർ തമ്മിൽ പ്രത്യുൽപാദനം നടത്താൻ കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്പീഷീസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ മാൻജിഫെറ ഇൻഡിക്ക, മാംഗോയുടെ തന്നെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമമാണ് മാൻജിഫെറ ഇൻഡിക്ക. അപ്പോൾ ഈ ഇൻഡിക്ക എന്നുള്ള സ്പീഷീസിൽ വരുമ്പോഴേക്കും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് വരുന്നത്. ശരിക്കും നമ്മൾ മാവ് എന്ന് പറയുന്നതെല്ലാം ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിന് കുറേ വെറൈറ്റീസ് വരാം അല്ലേ. മൂവാണ്ടൻ മാവ് അല്ലെങ്കിൽ കോട്ടുകോണം മാവ്, സേലം മാങ്ങ, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. അതൊക്കെ വെറൈറ്റീസ് ആണ്, പക്ഷെ അതെല്ലാം മാൻജിഫെറ ഇൻഡിക്കയാണ്. അതുപോലെയാണ് പാന്തറ ലിയോ.
പാന്തറ ലിയോ എന്ന് പറയുന്നത്, ലിയോ നമ്മുടെ സ്പീഷീസ് ഓഫ് സിംഹമാണ്, നമ്മുടെ സിംഹത്തിന്റെ സ്പീഷീസ്. അപ്പൊ സിംഹങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്, പക്ഷേ ഒരു കടുവ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇവർക്ക് തമ്മിൽ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലെ, പൂച്ചയുടെ ഫാമിലി പോലെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് പാന്തറ ടൈഗ്രസ് ഈസ് എ ടൈഗർ. അപ്പോൾ സിംഹവും ടൈഗറും ഒക്കെ ഒരേപോലെ ഇരിക്കുമെങ്കിലും അവയ്ക്ക് പ്രത്യേക സ്പീഷീസ് ഉണ്ട്. ടൈഗറിന്റെ സ്പീഷീസ് വേറെ, അവർ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, സിംഹം അവർ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഈ രണ്ടാമത്തെ വേർഡ്സ് ആണ് സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയും, സ്പീഷീസിന്റെ പേര്. അപ്പോൾ അവ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇനി വരുന്ന അടുത്ത ലെവൽ ഏതാണ്? സ്പീഷീസിന് മുകളിൽ വരുന്ന ആരാണ്? നമ്മുടെ ജീനസ് ആണ്. ജീനസ് എഴുതുമ്പോൾ ആ ഒരു ജീനസിനകത്ത് കുറേ സ്പീഷീസ് വേണം. അപ്പം നമ്മൾ സിമിലർ ആയിട്ടുള്ള 2-3 സ്പീഷീസിനെ എടുത്ത് ഒരു ജീനസിലിടും, വേറെ 2-3 സ്പീഷീസ് എടുത്ത് വേറൊരു ജീനസിലിടും. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ ജീനസ് നെയിം, ജനറിക് നെയിം ആൻഡ് ഇവിടെ സ്പെസിഫിക് എപ്പിതെറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ജീനസ് ഒന്നാണ്, സൊളാനം അല്ലേ. പക്ഷേ ഇതിൽ വരുന്ന 4 ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഞാനിവ ഏതാന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. സൊളാനം ട്യൂബറോസം, അതാണ് നമ്മുടെ പൊട്ടാറ്റോ അഥവാ ഉരുളക്കിഴങ്ങ്. സൊളാനം ലൈക്കോപെർസിക്കം, നമ്മുടെ തക്കാളി അഥവാ ടൊമാറ്റോ. സൊളാനം മെലഞ്ചിന, ദാറ്റ് ഈസ് ബ്രിഞ്ചോൾ, കത്തിരിക്ക. സൊളാനം നൈഗ്രം, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് 4 സ്പീഷീസ്. പക്ഷെ അതെല്ലാം ഏത് ജീനസിൽ വരുന്നതാണ്? സൊളാനം. അപ്പോൾ അവർക്ക് കോമൺ ആയിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പക്ഷേ എക്സ്ക്ലൂസീവ്ലി കോമൺ ആയിട്ടുള്ളതൊക്കെ നമ്മൾ അതിനെ സ്പീഷീസിലാക്കി. ഇനി ആനിമൽസിലോട്ട് വന്നാലോ? പാന്തറ ലിയോ, പാന്തറ ടൈഗ്രിസ്, പാന്തറ പാർഡസ്, ഇതെല്ലാം ജീനസ് സെയിം പാന്തറ, പക്ഷേ ഡിഫറെൻറ്റ് സ്പീഷീസ്. ലിയോ വരുന്നത് ഏതാണ്? ലയൺ. ടൈഗ്രിസ് വരുന്നത് ടൈഗർ. പാർഡസ് എന്ന് പറഞ്ഞാൽ ലെപ്പേർഡ്. അപ്പോൾ ഇവയൊക്കെ കാണുമ്പോൾ ഏതാണ്ട് ഒരു കുടുംബത്തിലെ പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ഇവരെല്ലാം ഏത് ജീനസ് ആണ്? പാന്തറ. അതുപോലെ കാറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വീട്ടിൽ വളർത്തുന്ന ക്യാറ്റ് എന്ന് പറയുന്നത് ഫെലിസ് കാറ്റസ് അല്ലെങ്കിൽ ഫെലിസ് ഡൊമസ്റ്റിക്കയാണ്. ബാക്കി അല്ലാതെ കാട്ടുപൂച്ചയുണ്ട് അല്ലെ, വൈൽഡ് ക്യാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫെലിസ് എന്ന ജീനസിലാണ് ആര് വരുന്നത്? ക്യാറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്പീഷീസ് കഴിഞ്ഞു, കുറേ സിമിലർ സ്പീഷീസ് എടുത്തൊരു ജീനസ് ഉണ്ടാക്കി. ഇനി സിമിലർ ജീനസ് എടുത്ത് നമ്മളൊരു ഫാമിലിയിലിടും. അപ്പോൾ സൊളാനത്തിനോട് വളരെ സാമ്യമുള്ള മറ്റു 2 ജീനസ് ആണ് പെറ്റൂണിയയും ഡറ്റൂറയും. അവ 3നെയും കൂടി നമ്മൾ ഫാമിലി സൊളനേസയിലിട്ടു. അതേപോലെ പാന്തറ ലിയോ ടൈഗ്രിസ് പാർഡസ് എല്ലാം ഒരു ജീനസ് ആണ് പാന്തറ. ക്യാറ്റ് ഫെലിസ് ആണ്. അപ്പൊ ഫെലിസും പാന്തറയ്ക്കും കുറെ സാമ്യങ്ങളുണ്ട്. അപ്പൊ അവ ഒരു ഫാമിലിയിലാണ്, ഫെലിഡേ. പക്ഷെ പൂച്ചകളെ പോലെ തന്നെ പട്ടിക്കും അതുപോലെ അല്ലെങ്കിലും ചില സാമ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ പട്ടി വേറൊരു ഫാമിലിയാണ്, ഏതാണ്? കാനിഡേ. സൊളാനവും പെറ്റൂണിയയും ഡറ്റൂറയും പോലുള്ള സിമിലർ ആയിട്ടുള്ള ജീനസിനെ നമ്മൾ എവിടെ ഇട്ടു? സൊളനേസി എന്നൊരു ഫാമിലിയിൽ ഇട്ടു. ഇനി സൊളനേസിയോട് സിമിലർ ഉള്ള ഒരു ഫാമിലിയാണ് കോൺവോൾവുലേസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫാമിലിയെയും നമ്മൾ ഒന്നിച്ചൊരു ഓർഡറിലിട്ടു, പോളിമോണിയേൽസ്. ഓക്കെ, പോളിനോമിയൽ അല്ല, പോളിമോണിയേൽസ്. ഓക്കെ, ഇനി ആനിമൽസിൽ വരുമ്പോഴോ നമ്മൾ കണ്ടു ക്യാറ്റ്, ടൈഗർ, ലയൺ, ലെപ്പേർഡ്, അതെല്ലാം എവിടെ വരും? ഫെലിഡേയിൽ. അപ്പോൾ അതുപോലെ ഡോഗിന്റെ ഫാമിലിയാണ് കാനിഡേ. പക്ഷേ ഈ ഡോഗും ക്യാറ്റും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അത് ഫെലിഡേയും കാനിഡേയും അടുത്ത ഒരു ഓർഡറായ കാർണിവോറയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലേജ് ഓഫ് ഫാമിലി, കുറേ സിമിലർ ഫാമിലീസിനെ ചേർത്ത് നെക്സ്റ്റ് റാങ്കായ ഓർഡർ ഉണ്ടാക്കി. ഇനി ഓർഡറിനെ ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ക്ലാസ് ഉണ്ടാക്കുന്നത്. ഇനി കാർണിവോറ, ഇപ്പൊ നമുക്കറിയാം ഡോഗും ക്യാറ്റ്സും എല്ലാം ഏതിൽ വരും? കാർണിവോറയിൽ വരും. പക്ഷേ പ്രൈമേറ്റിൽ വരുന്നത് മങ്കി, ഗൊറില്ല, ജിബ്ബൺ അതൊക്കെയാണ്. അപ്പോൾ അവയെല്ലാം അവ 2നെയും കൂടി ചേർത്തിട്ട് നമ്മളൊരു ഫാമിലിയിലും മാമേലിയ. മാമൽസിന് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ദേ ഗിവ് ബർത്ത് ടു ദെയർ യങ് വൺസ് ആൻഡ് ബേസിക്കലി ദേ ആർ നറിഷിംഗ് ദെയർ യങ് വൺസ്. ഫോർ ദാറ്റ് ദേ ഹാവ് മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇനി മമേലിയയുടെ കൂടെ ഉള്ള ഗ്രൂപ്പിൽ വരുന്നതാണ് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്. ഇവയ്ക്കെല്ലാം മാമൽസിനെ പോലെ തന്നെ ഒരു ബാക്ക് ബോണും ഒരു നെർക്കോഡ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അവർക്ക് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അവരെ എല്ലാം കൂടി നമ്മൾ ഒരേ ഒരു ഫൈലത്തിലേക്ക് ആഡ് ചെയ്തു, കോർഡേറ്റ. അപ്പോൾ ഈ കോർഡേറ്റയിൽ കുറേ കുറേ ക്ലാസ്സസ് ഉണ്ട് അല്ലേ. അതൊരു ഫൈലമാണ്. പക്ഷേ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഫൈലം ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഡിവിഷനാണ് ഉപയോഗിക്കുന്നത്. ഡിവിഷൻ പലതരത്തിലുണ്ട്. പ്ലാന്റ്സിലാണെങ്കിൽ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നീ ഡിവിഷനാണുള്ളത്. അതിൽ ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതിലാണ് വരുന്നത്.
ഇനി ഈ 5 ഡിവിഷൻ ഓഫ് പ്ലാന്റ്സിനെയും കൂടെ നമ്മൾ എവിടെ ഇട്ടു? പ്ലാന്റ് കിങ്ഡത്തിൽ. അതുപോലെ ഡിഫറെൻറ്റ് ഫൈല ആനിമൽസിനെയും നമ്മൾ എവിടെ ഇട്ടു? കിങ്ഡം അനിമേലിയയിൽ. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.